നൂറനാട്ട് തെരുവുനായ ആക്രമണം. 8ഓളം പേരെ നായ കടിച്ചു. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. നൈറ്റിയെ മൂത്രമൊഴിക്കാൻ വേണ്ടി വെളി ഇറങ്ങിയായിരുന്നു. അപ്പം പുറകെ കൂടെ പട്ടി അനക്കം കേട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഈ പട്ടി പെട്ടെന്ന് ചാടി ഇതിലോട്ട് കയറി വീണു. അപ്പോൾ കൈ വെച്ച് ബ്ലോക്ക് ചെയ്തു. അപ്പോഴത്തേക്കിന് എൻ്റെ തുടയിലായിട്ട് പട്ടി കടിച്ചു. 2-3 അവിടെ കടിക്കാൻ വേണ്ടി തന്നെ ചാടി വന്നു. എന്നിട്ട് ഇതാവുന്നില്ല. പിന്നെ പിടിച്ച് ഇങ്ങനെ തെള്ളു കളിയപ്പോഴത്തേക്കിന് പട്ടീൻ്റെ അതായി പോയത്. ചാരുമൂട് നൂറനാടാണ് വീണ്ടും തെരുവുനായ ആക്രമണമുണ്ടായത്. നൂറനാട് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസവും 8ഓളം ആൾക്കാരെയാണ് തെരുവുനായ കടിച്ചത്. വിദ്യാർത്ഥികളെയും റേഷൻ കടയിൽ പോയവരെയും വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് നിന്നവരെയുമാണ് തെരുവുനായ ആക്രമിച്ചത്. എൻ്റെ അളിയനും കൂടി റേഷൻ കടയിൽ പാനക്കൊണ്ട് പോയതാ. അവൻ എന്നോട് പറഞ്ഞ് അതായത് പട്ടി ചാടി വരും, 2 കല്ല് എടുത്ത് കൈ വെച്ചോണെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 കല്ലെടുത്ത് കൈ വെച്ച് അതുകൊണ്ട് അങ്ങോട്ട് ചെന്നപ്പം പട്ടി ചാടി വീണ് വാടകയ്ക്കകത്ത് ചാടി അങ്ങനെ ഇറക്കി വന്നു. അവിടുന്ന് ആ വണ്ടി അവിടെ നിർത്തി വെച്ച് അവനെ കല്ലുകൊണ്ട് പട്ടി എറിയാൻ തുടങ്ങിയപ്പോൾ ചാടി എൻ്റെ ഇറക്കി വന്നു. ഞാൻ കൈകൊണ്ട് തട്ടി അവനെ അടിച്ച്, അവൻ ഹെൽമെറ്റ് വെച്ച് അടിച്ച് മാറ്റി. പട്ടി ചാടിപ്പോയി. കടിയേറ്റവർ അടൂർ താലൂക്ക് ആശുപത്രിയിലും ചുനക്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ചികിത്സ തേടി. മനുഷ്യരെയും മറ്റു നായകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെയും കടിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ തെരുവുനായ്ക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പിന്നീട് തെരുവുനായയെ ചത്ത നിലയിൽ കണ്ടെത്തി. ചാരുമൂട്ടിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ തന്നെ അളിയനോട് പറഞ്ഞു, അളിയ ഒരു കാര്യം 2 കല്ലെടുത്ത് വെക്കും, ചിലപ്പോൾ ചാണ്ട് വരാം. അതിൻ്റെ മുമ്പിലെ ദിവസം മോനെ കടിച്ചായിരുന്നു. കടിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോകാൻ നേരത്ത് ഇത് വന്നിട്ട് കറക്റ്റ് എൻ്റെ ഫ്രണ്ടിലെ ടയറെ കയറി ക്യാച്ച് ചെയ്തത് ഈ പട്ടി തന്നെ. പിന്നെ ആ ഒരു ഡൗട്ട് വെച്ച് ഞാൻ പറഞ്ഞു 2 കല്ലെടുത്ത് വെക്കാൻ പറഞ്ഞു. 2 കല്ലും കൊണ്ട് എന്തായാലും പോയത് തന്നെ ഭാഗ്യം തന്നെ. അത് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വന്ന് ആ കല്ലും വെച്ച് എറിഞ്ഞിട്ടും അത് തിരിഞ്ഞു പോയില്ല. തിരിഞ്ഞു പോകാൻ ഓടി വന്നിട്ട് അളിയനെ ആദ്യം പിടിച്ചു. രണ്ടാമത് എന്നെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ ഉരുണ്ട് താഴെ വീണ്. ഭാഗ്യം കൊണ്ട് എനിക്ക് മാത്രം കടി കിട്ടിയില്ല, അളിയന് കടി കിട്ടി. പക്ഷെ എനിക്ക് അന്നേരം ആ ഹെൽമെറ്റ് ഊരാൻ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് ആ ഹെൽമെറ്റ് ഊരി ഒറ്റടിയും വെച്ച് കൊടുത്തു തലയ്ക്ക് തന്നെ. അതുകൊണ്ട് എന്നെ കടിക്കാതെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ അളിയന് അടി കിട്ടി. കടി കിട്ടി, അടിയല്ല കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.